അപ്പോൾ റമോൻ സാർ, എനിക്ക് അടുത്ത് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഇൻഡസ്ട്രിക്ക് മുൻപും ഇൻഡസ്ട്രിക്ക് ശേഷവും നിങ്ങൾക്ക് വലിയൊരു എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. എന്താണ് ആക്ച്വലി നിങ്ങൾ ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നൊരു ഓപ്പർച്യൂണിറ്റി സ്വീകരിക്കാൻ തയ്യാറാവാൻ കാരണം? ആക്ച്വലി ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് കുറച്ച് നാളായിട്ട്. മുൻപ് എനിക്ക് അറിവില്ലാത്തതുകൊണ്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ അറിഞ്ഞു വരാൻ തുടങ്ങിയപ്പോൾ താല്പര്യം തോന്നിയൊരു മേഖലയാണ്. പക്ഷേ എനിക്ക് സൂട്ടബിൾ ആകുമോ എന്നുള്ള ചിന്താഗതിയാണ്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ അർച്ചു സാറിനെയൊക്കെ പോലുള്ള ആൾക്കാർ ഇൻഡസ്ട്രിയിൽ വരുന്നു. ഞാൻ നിങ്ങളുടെ ഫേസ്ബുക്കൊക്കെ എപ്പോഴും ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ സാർ ഈ ബിസിനസ്സിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറി വരുന്നു. അപ്പോൾ സാർ ഇതിൽ എക്സിക്യൂട്ടീവ് ഡയമണ്ട് ആയി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഡയമണ്ടൊക്കെ ആവുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ അന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞാൻ ഇതിനു മുമ്പ് 2 തവണ എൻ്റെ റിലേറ്റീവ്സിനെക്കുറിച്ച് പറഞ്ഞെങ്കിലും ഞാനത് അക്സെപ്റ്റ് ചെയ്തില്ല. പക്ഷേ ഇതെല്ലാം കണ്ടപ്പോൾ ചെയ്യണം എന്നുള്ളൊരു തോന്നലിരിക്കുന്ന സമയത്താണ് കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റായിട്ടുള്ള ഐക്കോഫി എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. കാരണം ആ സമയത്ത് ഞാനൊരു ഏകദേശം ഒരു 12 വർഷമായിട്ട് എനിക്ക് ഡയബറ്റിക് ഉണ്ടായിരുന്നതാണ്. ട്രീറ്റ്മെൻറ്റെല്ലാം എടുക്കുന്നത് 3 നേരം മെഡിസിൻ എല്ലാം കഴിച്ചുകൊണ്ടിരുന്നതാണ്. മെഡിസിൻ കഴിച്ചിട്ടും എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ എൻ്റെ വലത് കാലിൻ്റെ ഒരു സൈഡ് കാൽപാതൊക്കെ തരിച്ച് പോയിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ന്യൂറോപ്പതി ആയിട്ടുണ്ട്, ഇനി അത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വൂണ്ട് വന്നു കഴിഞ്ഞാൽ കാല് കട്ട് ചെയ്യേണ്ടി വരും, അപ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു സാഹചര്യത്തിൽ ഞാൻ ഐക്കോഫി കഴിച്ചു. ഐക്കോഫി കഴിക്കുമ്പോൾ തന്നെ എനിക്കൊരു പകുതി മാത്രമേ വിശ്വാസമുള്ളൂ. പക്ഷേ ഐക്കോഫി കണ്ടിന്യൂ ചെയ്തൊരു 35 ഡേയ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്തപ്പോൾ 115 വന്നു. ഒരു 12 വർഷമായിട്ട് സംഭവിക്കാത്തൊരു കാര്യമാണ്. ഞാൻ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തു, മെഡിസിൻ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് കോഫി മാത്രം എഗെയിൻ ഒരു ബോക്സും കൂടെ കഴിച്ചു. അപ്പോൾ 138 വന്നു. സാധാരണ മെഡിസിൻ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഒരു 150 200 ആയിട്ട് പോരും ഫാസ്റ്റിങ്. പക്ഷേ മെഡിസിൻ ഇല്ലാതെയും ഐക്കോഫിയുടെ സപ്പോർട്ട് കൊണ്ട് 138 ആയുള്ളൂ. അപ്പോൾ എനിക്ക് ബിലീഫ് വന്നു. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. പതിയെ മെഡിസിൻ്റെ ഡോസ് കുറയ്ക്കാൻ സാധിച്ചു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ മെഡിസിൻ തന്നെ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചു. നോർമലി കണ്ടീഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ആദ്യത്തെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനത്തെ പ്രോബ്ലം ഉണ്ട്, എന്തുകൊണ്ട് ഇത് റെക്കമെൻഡ് ചെയ്തു? ഞാനൊരു എംപ്ലോയി ആണ്. അപ്പോൾ എംപ്ലോയി ആയതുകൊണ്ട് തന്നെ ഒരു അഡീഷണൽ ഇൻകം ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് വിറ്റാൽ 500 രൂപ പ്രോഫിറ്റ് കിട്ടും. സൺഡേ മാത്രമാണ് എനിക്ക് അവധി. ഈ സൺഡേ ഒരു 4 പ്രൊഡക്റ്റ് വിൽക്കാൻ സാധിച്ചാൽ 2000 രൂപ കിട്ടും. കാരണം ആവശ്യക്കാരുണ്ട്. 26 വർഷമായിട്ട് എറണാകുളത്ത് ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നതാണ്. അപ്പോൾ റീസെൻ്റ്ലിയാണ് ഞാനൊരു വീട് വാങ്ങിച്ചത്. അപ്പോൾ അതിന് ലോണുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഒരു മാസം സൺഡേ ഉപയോഗപ്പെടുത്തി 4 സൺഡേ 2000 വെച്ച് കിട്ടുകയാണെങ്കിൽ 8000 രൂപ, ബാലൻസ് സാലറിയിൽ നിന്ന് എൻ്റെ ലോൺ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി ഒരു 4 മാസം ഞാൻ പാർട്ട് ടൈമായിട്ടാണ് ചെയ്യുന്നത്. ഈ പാർട്ട് ടൈമായിട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു വീക്കിലി ഇൻകം ഒരു 44,000 ഒക്കെ വരാൻ തുടങ്ങി. ആ ഒരു 4 ആഴ്ചത്തെ ഇൻകം 92,000 ആണ്. ഞാൻ സാലറി ആയിട്ട് വാങ്ങിക്കുന്നത് 50,000 രൂപയാണ്. അപ്പോൾ അറിയാത്ത ബിസിനസ്സിൽ നിന്ന് മാസം 92,000 രൂപ, അറിയുന്ന ജോലിയിൽ നിന്ന് മാസം 50,000 രൂപ. പക്ഷെ എനിക്ക് തോന്നുന്നു ആ സ്ട്രോങ് കൺവിക്ഷൻ ലെവൽ, ആ ഒരു ബിലീഫാണ് നിങ്ങളെ ബിസിനസ് മുന്നോട്ട് നയിച്ചത്. കാരണം പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിച്ചു, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി. അപ്പോൾ ശരിക്കും ആ പ്രൊഡക്ട്സ് ആണ് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും പ്രൊഡക്റ്റ് ഞാനും ഫാമിലി ഉപയോഗിക്കാൻ തുടങ്ങി. ഫാമിലിക്ക് ഒരുപാട് റിസൾട്ട്. വൈഫിന് ഐപ്പിൾസ് കഴിച്ചിട്ട് യൂട്രസിൽ സിസ്റ്റ് ഉണ്ടായിരുന്നു 1.5 വർഷമായിട്ട്, അതെല്ലാം പോയി. മകനൊരു 15 വർഷമായിട്ടുള്ള മൈഗ്രെയിൻ, ഐപ്പിൾസ് കഴിച്ചിട്ട് മൈഗ്രെയിൻ കംപ്ലീറ്റ്ലി മാറി. മോൾക്ക് പീരിയഡ് കറക്റ്റായിട്ട് കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെയുള്ള റിസൾട്ട് നമ്മുടെ വീട്ടിൽ, കാരണം അന്ന് റിസൾട്ട് ഉണ്ടാവേണ്ടത് എൻ്റെയും കൂടെ ആവശ്യമാണ്. കേരളത്തിൽ എനിക്കറിയാവുന്ന ആരും തന്നെ ഈ പ്രൊഡക്റ്റ് കഴിച്ച് റിസൾട്ട് ഞാൻ കേട്ടിട്ടില്ല. തമിഴ്നാട്ടിൽ നിന്നാണ് കേട്ടത്. അപ്പോൾ എൻ്റെ റിസൾട്ട് ആണ് എൻ്റെ ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്തപ്പോഴാണ് എനിക്ക് ബിസിനസ് ചെയ്യാൻ, പ്രൊഡക്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ ബിസിനസ്സിലേക്ക് വന്നോണ്ടിരിക്കുന്നത്.